അങ്ങനെ ഇന്ന് മുതൽ എൻ്റെ വീട് പണി തുടങ്ങിയിരിക്കുകയാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. മഴക്കാലമായി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെയും പണി ഇതാണ്. ഓടിക്കൂടെയൊക്കെ മഴവെള്ളം ഒറ്റാൻ തുടങ്ങും. അതുകൊണ്ട് ഇതുപോലെ പാത്രം വെക്കുക, ഇതുപോലെ ഓലകൾ വെക്കുക, പിന്നെ വടിയും കൊണ്ട് കുത്തുക, ഇതൊക്കെയായിരുന്നു മഴക്കാലത്ത് എൻ്റെ അച്ഛൻ്റെയൊക്കെ പണി. പിന്നീട് ഞാനൊരു യൂട്യൂബറായി 1 മില്യൺ 2 മില്യൺ ഒക്കെ സബ്സ്ക്രൈബേഴ്സും ആയി. അതിനിടയിൽ പൊളിഞ്ഞു വീടാറായി വീട്ടിൽ താമസിക്കുന്ന ഇക്കാനെയും കുടുംബത്തിനെയും കണ്ടു. അവർക്ക് വീടെന്ന സ്വപ്നം നമ്മൾ നടത്തി കൊടുത്തു. എൻ്റെ വീടിനെക്കാട്ടി അടിപൊളി വീട് അവിടെ ചെയ്തു കൊടുത്തു. ശേഷം എൻ്റെ വീട് ഞാൻ നേരാക്കി ഒരുവിധം. എൻ്റെ വീട് പഴമയുടെ തനിമയുള്ള ഒരു വീടാണെങ്കിലും ഒരുപാട് പേര് വിരുന്നു എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒട്ടും സ്ഥലം ഉണ്ടായിരുന്നില്ല. പണ്ട് മുതലേ മനസ്സിൽ വിചാരിച്ച ഒരു സ്വപ്നമുണ്ട്. അതായത് 1 രൂപ പോലും വീട്ടിൽ നിന്ന് വാങ്ങാണ്ട് സ്വന്തം പൈസയ്ക്ക് വീട് വെക്കുക. ആ സ്വപ്നം നടത്താൻ സമയമായി കഴിഞ്ഞു. വീട് പണിക്ക് മുന്നായിട്ട് ഇതുപോലെ ബോർവില്ല് അടിച്ചു. അതുപോലെ തന്നെ വീട് വെക്കുന്ന സ്ഥലത്ത് ഇതുപോലെ വലിയൊരു കുന്നായിരുന്നു. ആ കുന്ന് മൊത്തം മാറ്റി ഇതുപോലെ നിരപ്പാക്കി. ആദ്യം പഴയ വീട് പൊളിക്കണം എന്നൊക്കെ പ്ലാൻ വന്നെങ്കിലും പിന്നീട് പഴയ വീട് അതുപോലെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് പഴയ വീടിന് മുന്നിലാണ് ഇപ്പോൾ പുതിയ വീട് കെട്ടാൻ പോകുന്നത്. 1 രൂപ പോലും വീട്ടുകാരൻ്റെയോ അല്ലെങ്കിൽ ലോണോ അല്ലെങ്കിൽ കടമോ വാങ്ങാണ്ട് സ്വന്തം പൈസയ്ക്കാണ് ഞാൻ ഈ വീട് വെക്കുന്നത്. അപ്പം ആവശ്യത്തിനുള്ള പൈസ അച്ഛൻ്റെ കയ്യിലാണ് ഞാൻ എടുത്തു കൊടുക്കുന്നത്. അച്ഛനാണ് മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത്. അങ്ങനെ കുറ്റി അടിക്കാനായിട്ട് ആശാരി വന്ന് മുഴുവൻ പ്ലാനും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഞാൻ എൻ്റെ അച്ഛമ്മനെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ പിടിച്ചു നിർത്തിയിട്ട് അച്ഛമ്മനെ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ആദ്യം ചെയ്യിപ്പിക്കുന്നത്. അതിനുശേഷം അമ്മ. അങ്ങനെ പൂജ തുടങ്ങിയപ്പോൾ കുറ്റി അടിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ അച്ഛമ്മനെ കൊണ്ടാണ് എൻ്റെ പുതിയ വീടിന്റെ കുറ്റി അടിപ്പിച്ചത്. പിന്നീട് അച്ഛനും അമ്മയും ഞാനും എല്ലാവരും അടിച്ചു. കുറ്റിയടി കഴിഞ്ഞതും വേഗം പണി തുടങ്ങി. ഫൗണ്ടേഷൻ ആ ദിവസം തന്നെ എടുത്തു കഴിഞ്ഞു. അടുത്ത ദിവസം തന്നെ കല്ലൊക്കെ വെച്ച് വേഗം തറപ്പണി തുടങ്ങി. ആദ്യ ദിവസം തന്നെ തറപ്പണിക്ക് ഏകദേശം 10ഓളം പണിക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ പണിയും വേഗമാണ് നടക്കണം. എനിക്ക് വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും തന്നെ ഇല്ല. എൻ്റെ അമ്മയും അച്ഛനും സാധാരണ കൂലിപ്പണിക്കാരാണ്. ജീവിതകാലം മുഴുവൻ അവർ കല്ലുപണിക്കും കെട്ടുപണിക്കൊക്കെ പോയിട്ട് എന്നെ വളർത്തി ഇവിടം വരെ ആക്കി. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ഞാനാണ്. കടമോ ലോണോ ഒന്നും തന്നെ ഇല്ലാതെ വീട്ടുകാരുടെ പോലും 1 രൂപ പോലും വാങ്ങാണ്ട് എൻ്റെ സ്വന്തം പൈസയ്ക്കാണ് ഞാൻ ഈ വീട് വെക്കാൻ പോണത്. എൻ്റെ 22 വയസ്സിനുള്ളിൽ അർഹിച്ച ഒരു കുടുംബത്തിന് വീടും അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഇതാ വീട് പണിയും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വീട് പണിന്റെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ആയിട്ട് ഇടാനി. ഈ ചെറു പ്രായത്തിനിടയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം നിങ്ങളാണ്. ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ കൂടെ നിന്ന് എല്ലാവരിനോടും.